ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ മനസ്സ് ഈ വിഷയതലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന കാലം വരെ പരമസത്യത്തെ ബോധിക്കുക എന്നത് വളരെ പ്രയാസമാണ്. ഈ ഇന്ദ്രിയദ്വാര അറിയപ്പെടുന്ന വസ്തുക്കളെല്ലാം തന്നെ സത്യവും നിത്യവുമാണെന്നാണ് നാം ധരിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് കണ്ണാടിയിലുള്ള ഒരു പ്രതിച്ഛായ പോലെ മാത്രമാണ്. ചിത്തം എപ്രകാരമാണോ അപ്രകാരമാണ് അതിൽ പ്രതിഫലിക്കുന്ന ആ പ്രതിഫലനത്തിനും ഉണ്ടാവുക. എന്നാൽ നമ്മുടെ മനസ്സാകുന്ന കണ്ണാടിയിലൂടെയാണ് ആ ഈശ്വര സത്തയെ നാം ബോധിക്കുന്നത്. മനസ്സെപ്രകാരമോ അപ്രകാരമായിരിക്കും അതിലൂടെ പ്രതിഫലിക്കുന്നവയും. എന്നാൽ പരമസത്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സൊരിക്കലും ചലിക്കുകയില്ല. അത് നിശ്ചലമായ തത്വത്തെ ബോധിച്ചുകൊണ്ടേയിരിക്കും. പിന്നീട് മനസ്സെന്ന പ്രതിഭാസമേയില്ല. മനസ്സെന്നാൽ ചലനാത്മകമാണ്. ആ ചാഞ്ചല്യം നിന്ന് കഴിയുമ്പോൾ അത് ഈശ്വരൻ തന്നെയായിത്തീരും. അതാണ് എത്തേണ്ട ദിക്കിൽ നിൻ ചിത്തം ചെന്നാൽ ചിത്തം ചലിക്കുകയില്ല പിന്നെ. അത്രത്തോളം യത്നം ആലോചനാപൂർവം നിത്യം നീ ചെയ്യണം. എന്നും ചെയ്യണം. നമ്മൾ ഒരു ദിവസം ഒരാഴ്ച മതി എന്ന് കരുതണ്ട, ജീവിതകാലം മുഴുവനും. അതുപോലെ എത്തേണ്ട ദിക്കിൽ നിൻ ചിത്തം ചെന്നാൽ, എത്തേണ്ടത് എവിടെയാണോ അവിടെ നമ്മുടെ മനസ്സെത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ മനസ്സിന് ചാഞ്ചല്യമില്ല. എത്തേണ്ട ദിക്കിൽ നിൻ ചിത്തം ചെന്നാൽ ചിത്തം ചലിക്കുക ഇല്ല പിന്നെ ആ മനസ്സിന് ചാഞ്ചല്യമാണ്. അത് ചാഞ്ചല്യം ഇല്ല, അത് നിശ്ചലമാണ്. എത്തേണ്ട ദിക്കിൽ നിൻ ചിത്തം ചെന്നാൽ ചിത്തം ചലിക്കുക ഇല്ല പിന്നെ. അത്രത്തോളം യത്നം, ആ എത്തേണ്ട ദിക്കിൽ എത്തുന്നത് വരെ നമ്മൾ പ്രയത്നിച്ചു കൊണ്ടേയിരിക്കണം. എത്തേണ്ട ദിക്ക് ഏതാണോ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മനസ്സിന് ചാഞ്ചല്യമില്ല. അവിടെ എത്തുന്നത് വരെ നമ്മൾ ശ്രമിക്കുക തന്നെ വേണം. എത്തേണ്ട ദിക്കിൽ നിൻ ചിത്തം ചെന്നാൽ ചിത്തം ചലിക്കുക ഇല്ല പിന്നെ. അത്രത്തോളം യത്നം ആലോചനാപൂർവം, ആ മനസ്സെത്തേണ്ട ദിക്കിൽ എത്തുന്നത് വരെ നമ്മൾ മനസ്സിനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് നിശ്ചലമാക്കാൻ പരിശ്രമിക്കണം. അത്രത്തോളം യത്നം, അതുവരെ നമ്മൾ പരിശ്രമിക്കുക തന്നെ വേണം. നിത്യം നീ ചെയ്യണം എന്നറിയൂ. എന്നും നമ്മളിത് ചെയ്യണം. നിത്യം നീ ചെയ്യണം എന്നറിയൂ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എത്തേണ്ട ദിക്കിൽ നിൻ ചിത്തം ചെന്നാൽ ചിത്തം ചലിക്കുക ഇല്ല പിന്നെ. അത്രത്തോളം യത്നം ആലോചനാപൂർവം നിത്യം നീ ചെയ്യണം എന്നറിയൂ. ഹരേ കൃഷ്ണ. ഈ സുഭാഷിത രത്നങ്ങളെയെല്ലാം നാം നിരന്തരം മനനം ചെയ്ത് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കി തീർക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതാണ്.